ദേ ഞാൻ പിന്നെയും വന്നേ. സൗണ്ട് മുഴുവനായിട്ടും പോയതുകൊണ്ടാണ് 2-3 ദിവസം ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. നിങ്ങൾ കാത്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഇന്നലെ ഒരുപാട് വട്ടം ശ്രമിച്ചിട്ടും വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അവൻ്റെ വെള്ളിക്കണ്ണുകൾ ഒരു വേള കയ്യിലിരിക്കുന്ന പടുകൂറ്റൻ ചിത്രത്തിലേക്ക് പതിഞ്ഞു. ഫിനിക്സ് പക്ഷി, അഗ്നിയുടെ നിറങ്ങൾ കൊണ്ട് തീർത്ത അത്ഭുതം. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പറന്നുയരുന്ന ചുമർ ചിത്രം. അഗ്നി സൃഷ്ടിച്ച മരണം, അതിൽ നിന്നുള്ള പുനരുദ്ധാനം. അഗ്നി സൃഷ്ടിച്ച കടമ്പ തളരരുത്, മുറിച്ചു കടക്കണം. അതേ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വരണം നീ. നിനക്കായി ഞാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് രാവണന്റെ ജാനകി. ചിത്രത്തിൻ്റെ താഴെ അവളുടെ ഉരുണ്ട കൈയക്ഷരങ്ങളിലേക്ക് കണ്ണുകൾ പോവേ അവൻ്റെ ചുടിയിൽ ഒരു ചിരി വന്ന് നിറഞ്ഞു. എന്തോന്നാടാ ഇത്, മയിലോ? വിഷ്ണു ചിത്രം മറിച്ചും തിരിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോടാ, ഇത് ഫിനിക്സ് പക്ഷിയാണ്. രുദ്രൻ മറുപടി പറഞ്ഞു. ഓ അങ്ങനെ, എപ്പോഴും നിന്റെ പടം വരച്ച് അവൾക്ക് ബോറടിച്ച് കാണും. ഇനി അടുത്തത് പട്ടിയും പൂച്ചയും മറ്റും ആവും, വിഷ്ണു പതിയെ പറഞ്ഞു. ഓഹ്, ഇവനെ കൊണ്ട് ഇപ്പം ഞാൻ ബിസിനസ്സിൽ തകർന്നു നിൽക്കുകയല്ലേ. ഇതിൽ നിന്നെല്ലാം അതിജീവിച്ച് പുറത്തു വരണമെന്നാ അവൾ പറഞ്ഞിരിക്കുന്നേ. ഈ ബിസിനസ് വിജയിച്ചാൽ രുദ്രൻ എന്ന ബിസിനസ്സുകാരനല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിനപ്പുറം ഇത് രുദ്രൻ എന്ന വ്യക്തിയുടെ വിജയമായിരിക്കും. അത് എന്നേക്കാൾ കൂടുതൽ അവൾക്കറിയാം. ഓ അങ്ങനെ, ലോകത്തെവിടെയും കാണാത്ത ഒരു കാമുകനും കാമുകിയും. ഇവൾ എൻ്റെ കാമുകിയോ മറ്റോ ആയിരുന്നുവെങ്കിൽ ഞാൻ കുഴഞ്ഞു പോയേനെ, വിഷ്ണു നമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രന് നേരെ കൈകൂപ്പി. രുദ്രൻ മറുപടിയായി ഒന്ന് ചിരിച്ചു. കുറച്ച് ദിവസങ്ങളായി അവളുടെ പടങ്ങളൊന്നും കാണാത്തതിൽ അവന് വല്ലാതെ വീർപ്പ് മുട്ടിത്തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ ചിത്രം കണ്ടപ്പോൾ കെട്ടുപോയ ഊർജം ഒട്ടാകെ തിരിച്ചു വന്ന പോലെ തോന്നി രുദ്രന്. മുറിയിൽ അന്ന് പതിവിന് വിപരീതമായി ഉറങ്ങാതെ കിടക്കുകയായിരുന്നു രുദ്രൻ. അവൻ്റെ ചുറ്റും ഇപ്പോൾ ഗൗരി വരച്ച ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഒന്ന് തിരിഞ്ഞു കിടക്കാൻ നേരമാണ് ഫിനിക്സ് പക്ഷിയുടെ പടത്തിലെ അങ്ങും ഇങ്ങും തിളങ്ങി നിൽക്കുന്ന പെയിന്റ് അവൻ്റെ കണ്ണിൽ പെടുന്നത്. രുദ്രൻ പൊടുന്നനെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ചിത്രത്തിൻ്റെ വലതുവശത്തേക്ക് നീങ്ങി നിൽക്കവേ അതിൻ്റെ രൂപം മാറി വരുന്ന പോലെ രുദ്രന് തോന്നി. അരണ്ട വെളിച്ചത്തിൽ ചുരുങ്ങിയ കണ്ണുകളോടെ 2 അടി നീങ്ങി ഒരിക്കൽ കൂടി ആ ചുമർ ചിത്രത്തിലേക്ക് നോക്കി. അതിൻ്റെ രൂപം പതിയെ മാറി വരുന്ന പോലെ രുദ്രന് തോന്നി. ഫിനിക്സ് പക്ഷിയുടെ കൂർത്ത നഖങ്ങളുള്ള കാലുകളും കൂർത്ത ചുണ്ടുകളും അരണ്ട വെളിച്ചത്തിൽ പതിയെ മങ്ങിപ്പോയി. പതിയെ അതിൽ അവൻ്റെ രൂപം തെളിഞ്ഞു. രുദ്രൻ്റെ രൂപം. ഫിനിക്സ് പക്ഷിയുടെ ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന തൻ്റെ രൂപം. രുദ്രൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വിസ്മയം തെളിഞ്ഞു വന്നു. അവൻ്റെ ഉള്ളൊന്ന് കുളിർന്നു. ചങ്കിൽ സുഖമുള്ളൊരു പിടച്ചിൽ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന നീ ആരാണ്? അവൻ ഉള്ളാലെ ചോദിച്ചുപോയി. ആ നിമിഷം അവൻ അവളെ കാണണമെന്ന് തോന്നി. തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന് അവളോട് നന്ദി പറയണമെന്ന് തോന്നി. തന്നേക്കാൾ ഉപരി എങ്ങനെയാണ് അവൾ തൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചറിയണമെന്ന് തോന്നി. എല്ലാത്തിനും ഉപരി നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എന്നെക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാൻ തോന്നി. സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടി താൻ മരിച്ചു പോകുമോ എന്ന് അവന് തോന്നിപ്പോയി. സന്ദീപേട്ടൻ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് അമ്മു? ഞാനുമായുള്ള ബന്ധം ഒഴിവാക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്താനും തയ്യാറാണ്, സന്ദീപ് അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്നെ എൻ്റെ പാട്ടിന് വിടണം പ്ലീസ്. അമ്മയെ അവന് നേരെ കൈകൂപ്പിക്കൊണ്ട് പല്ല് ഞെരിച്ചു. അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള വെറുപ്പ് നിഴലിക്കുന്നത് സന്ദീപ് നോക്കി നിന്നുപോയി. പക്ഷെ അതിന് മാത്രം താൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അവന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. സന്ദീപേട്ടൻ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നുവെങ്കിൽ ഇനിയും എൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്. ഞാൻ നിനക്കൊരു ശല്യമാണോ അമ്മു? സന്ദീപിൻ്റെ കണ്ണുകൾ കലങ്ങിപ്പോയി. അതെ, നിങ്ങൾ എനിക്ക് ഇപ്പോൾ ഒരു ശല്യം തന്നെയാണ്. ഇനിമേല എൻ്റെ പിന്നാലെ വരരുത്. അവളുടെ ഉള്ളിലെ വെറുപ്പൊട്ടാകെ പുറത്തു ചാടി. അമ്മയെ പുച്ഛത്തോടെ അവനൊന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ഒരു 100 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാ അവൾ ശരിയല്ലെന്ന്. അന്നേരം നീ കേട്ടോ? ഇപ്പം എന്തുണ്ടായി? റിയാസ് ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. എടാ, അവൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. എന്തോ തെറ്റിദ്ധാരണയുണ്ട്. ഇനി ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ? നീ ഇത്രയും പാവായി പോവല്ലേ സന്ദീപേ. ഊറ്റി ഊറ്റി നിന്റെ കയ്യിലുള്ളതെല്ലാം അവൾ തീർത്തില്ലേ. ഇനി നിന്നെക്കൊണ്ട് അവൾക്ക് ഒരു നേട്ടവും ഇല്ലെന്ന് തോന്നിക്കാണും, റിയാസ് വെറുപ്പോടെ പറഞ്ഞു. നിനക്ക് എന്താ റിയാസേ, അവൾ അങ്ങനത്തെ ഒരു പെണ്ണൊന്നുമല്ല.
സന്ദീപിന് റിയാസ് പറയുന്നത് കേൾക്കെ ദേഷ്യം വന്നു. നീ എത്ര കൊണ്ടാലും പഠിക്കരുത്. എടാ, അവൾ നിന്നെ ഒന്നാകെ വിഴുങ്ങാത്തത് തന്നെ ഭാഗ്യം. ആ ശ്യാമള എന്ന് പറയുന്ന സ്ത്രീയുടെ മകളല്ലേ അവള്. അവളിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ പുതിയ ഏതെങ്കിലും വള്ളി കിട്ടിയിട്ടുണ്ടാവും, അതാണ് നിന്നെ അങ്ങ് ഒഴിവാക്കിയത്. നീ ആദ്യം അതൊന്ന് മനസ്സിലാക്ക്. റിയാസിൻ്റെ വാക്കുകൾ കേൾക്കും തോറും സന്ദീപിൻ്റെ നെഞ്ചെരിപ്പ് ഏറുന്നുണ്ടായിരുന്നു. ചതിച്ചതാടാ നിന്നെ. റിയാസ് നിശ്ചലനായി നിൽക്കുന്ന സന്ദീപിൻ്റെ തോളിൽ പതിയെ കൈവച്ചുകൊണ്ട് വേദനയോടെ പറഞ്ഞു. അനക്കമില്ലാതെ നിൽക്കുന്ന സന്ദീപിൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും ഓരോ തുള്ളി നീർമുത്തുകൾ താഴേക്ക് വീണു. എൻ്റെ അമ്മ എന്നോട് അങ്ങനെ ചെയ്യില്ല എന്ന് അന്നേരവും അവൻ്റെ ഹൃദയം മന്ത്രിക്കുന്നുണ്ടായിരുന്നു. റിയാസിന് പ്രിയ സുഹൃത്തിൻ്റെ അവസ്ഥ കാണെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. സന്ദീപിനെ പോലെ ഒരു പാവത്തെ സ്നേഹിച്ചു വഞ്ചിച്ച് അമ്മയ്ക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമോ എന്നതായിരുന്നു റിയാസ് അന്നേരം ചിന്തിച്ചത്. തൻ്റെ മുന്നിൽ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന രൂപങ്ങളെ കാണെ സന്ദീപിൻ്റെ ഉള്ളിൽ ആർത്ത് കരയുകയായിരുന്നു. എങ്കിൽ ഞാൻ പോട്ടെ, അടുത്ത ബുധനാഴ്ച കാണാം. ചെറിയൊരു ചിരിയോടെ അമ്മയുടെ കവിളിൽ ഒന്നുകൂടെ ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ ആ കാറിലേക്ക് കയറി. തൻ്റെ അടുത്തേര അമ്മയ ഗൂഢമായി ഒന്ന് ചിരിച്ചു. മുടിയെല്ലാം നീട്ടി വളർത്തി ദേഹം മൊത്തം പച്ചകുത്തി ഒരുതരം വികൃത രൂപം. എങ്കിലും കൈനിറയെ പണമുണ്ട്. അതുകൊണ്ട് വിട്ടുകളയാനും വയ്യ. മാക്സിമം മുതലാക്കി ഒഴിവാക്കണം. അവൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന സന്ദീപിനെ കണ്ടത്. അമ്മയെ പെട്ടെന്നുള്ള കൂടിക്കാഴ്ചയിൽ ഒന്ന് ഞെട്ടിപ്പോയി. എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? സന്ദീപിൻ്റെ തൊണ്ടയിടറി. അമ്മയെ ഒന്ന് വെട്ടി വിയർത്തു. എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? എൻ്റെ ചങ്കിൽ കൊണ്ട് നടന്നതോ? അതോ ഒറ്റ കുത്തിന് കൊല്ലാമായിരുന്നില്ല എന്നെ? എന്തിനാ എന്നോട് ഇത്ര വലിയൊരു ചതി? ചോദിച്ചു തീരുമ്പോഴേക്കും സന്ദീപ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. സന്ദീപ് ഒരു തീച്ചൂളക്കകത്തു പെട്ട പോലെ അന്നേരം വേവുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആയിപ്പോയി. നിന്നെ ഒരു കാമുകിയായിട്ട് മാത്രമാണ് ഞാൻ കണ്ടത്. ആണോ? എത്രമാത്രം കരുതലും സ്നേഹവും തന്നാണ് ഞാൻ ഇത്രയും കാലം നിന്നോട് പെരുമാറിയത്. എന്നേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ? പലരും പലതും പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെയായിരുന്നു വിശ്വാസം. സന്ദീപിൻ്റെ വാക്കുകൾ ഇടറി. ഞാൻ നിങ്ങളെ ചതിച്ചതൊന്നുമല്ല. അന്നൊക്കെ എനിക്കും ഇഷ്ടമായിരുന്നു. ഇപ്പോഴല്ല. ഇപ്പോൾ എൻ്റെ സങ്കല്പങ്ങളെല്ലാം മാറി. നിങ്ങളുടെ ഈ പഴയ ചിന്താഗതി എനിക്ക് മടുത്തു തുടങ്ങി. ഞാൻ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. ഇനിയും എനിക്കങ്ങനെ പറ്റില്ല. എനിക്ക് മുന്നോട്ടൊരു ജീവിതം വേണ്ടേ? അമ്മയെ എടുത്ത് ചോദിച്ചു. നിനക്ക് വേണ്ടി ഞാൻ മുടക്കിയ തുക അത്രയും തിരിച്ചു ചോദിക്കുമെന്ന് കരുതിയാണോ നീ ഇപ്പോൾ ഇങ്ങനൊരു കെട്ടുകഥ ഉണ്ടാക്കുന്നത്? ചോദിക്കുമ്പോൾ സന്ദീപിൻ്റെ മുഖത്ത് ഒരു തരം പുച്ഛമായിരുന്നു. തൻ്റെ കള്ളത്തരം പുറത്തായ പോലെ അമ്മയെ വിളറി വെളുത്തു. അതിനു വേണ്ടിയാണെങ്കിൽ നീ ഇങ്ങനെ കഥകൾ മെനയേണ്ട അമ്മയ. അതൊക്കെ ഞാൻ നിനക്ക് തന്ന ഭിക്ഷയായി കൂട്ടിയേക്ക്. ഒരക്ഷരമിണ്ടാതെ നിൽക്കുന്ന അമ്മയുടെ നെറുകയിൽ സന്ദീപ് തൻ്റെ വലത്തെ കൈപ്പത്തി വെച്ചു. നന്നായി വരട്ടെ. ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ അതെന്തെങ്കിലും ഒരിക്കൽ നീ അത് തിരിച്ചറിയാതിരിക്കില്ല. സന്ദീപിൻ്റെ കൈയിരുന്നിടം പൊള്ളുന്ന പോലെ തോന്നി അമ്മയ്ക്ക്. തൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് സന്ദീപ് തിരിഞ്ഞു നടന്നു. അമ്മയ്ക്ക് അന്നേരം അധികം കഷ്ടപ്പെടാതെ ഒരുത്തനെ കൂടെ തലയിൽ നിന്ന് ഒഴിവാക്കിയ സന്തോഷമായിരുന്നു. അമ്മു, എൻ്റെ അമ്മ ഓടിക്കിതച്ച് വന്ന ചിത്രയെ കാണേ ശ്യാമളയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്താ, അവൾ പുതിയ എന്തെങ്കിലും എടാകൂടെ ഒപ്പിച്ചു വച്ചേ? അതൊന്നുമല്ല, എനിക്ക് അവളുടെ കയ്യിൽ നിന്നൊരു ബുക്ക് വാങ്ങാൻ ഉണ്ടായിരുന്നു. അവൾ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. നേരം 11 ആവാനാ പോകുന്നത്. വസത്ത് ഒരു കൈ അടുക്കളയിൽ സഹായിക്കില്ല. എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടായ വിഷവിത്താണത്. ശ്യാമള ശാപവർഷം ചൊരിയാൻ തുടങ്ങിയപ്പോഴേക്കും ചിത്ര അമ്മുവിൻ്റെ റൂം ലക്ഷ്യമാക്കി ഓടിയിരുന്നു. അമ്മു, എടി അമ്മു, എഴുന്നേൽക്ക്. അമ്മയ തലവഴി മൂടിയ പുതപ്പ് വലിച്ചെടുത്തുകൊണ്ട് ചിത്ര ഉറക്കെ വിളിച്ചു. എന്തോന്നാടി രാവിലെ? നിനക്ക് ഉറക്കൊന്നുമില്ലേ? അമ്മയെ പിന്നെയും അവളുടെ തലയിലേക്ക് പുതപ്പ് വലിച്ചിട്ടുകൊണ്ട് ചോദിച്ചു. ബാക്കിയുള്ളവരുടെ സമാധാനം കളഞ്ഞിട്ട് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ. ചിത്രക്ക് അടിമുടി വിറച്ചു കയറി. നീയും സന്ദീപേട്ടനും കൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ചിത്രയുടെ ചോദ്യത്തിൽ അമ്മയുടെ ഉറക്കം തെറ്റി. അവൾ പുതപ്പിനുള്ളിലൂടെ തല മാത്രം പുറത്തിട്ട് ചിത്രയെ നോക്കി. ചിത്രയുടെ മുഖം വല്ലാത്ത ഒരു വെപ്രാളം. ആകെ മൊത്തം അവളൊന്ന് ഉലഞ്ഞ പോലെ. നീ എന്താ അങ്ങനെ ചോദിച്ചത്? അമ്മയുടെ നെറ്റി ചുളിഞ്ഞു. ചിത്ര നിറഞ്ഞു വരുന്ന തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കട്ടിലിലേക്കിരുന്നു. അമ്മയ ഒരു ഉൾഭയത്തോടെ എഴുന്നേറ്റു. നീ ചതിച്ചോ ആ പാവത്തിനെ? ചോദിക്കുമ്പോൾ ചിത്ര കണ്ണിമ വെട്ടുന്നില്ലായിരുന്നു. അമ്മയ തലയും താഴ്ത്തി ഉമിനീർ ഇറക്കി ഇരുന്നു പോയി. അത്രത്തോളം ചിത്രയുടെ നോട്ടവും ഭാവവും അവളെ ഭീതിയിൽ ആഴ്ത്തുന്നുണ്ടായിരുന്നു. അമ്മയുടെ മൗനം ചിത്രയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. മഹാപാപി, എവിടെ കൊണ്ട് ഒഴുക്കുന്നു ഈ പാവത്തിൻ്റെ ശാപം?
ചിത്ര അവളെ ഇരു കൈകളും കൊണ്ട് തല്ലിക്കൊണ്ടിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ അമ്മയെ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു വെച്ചു. എന്ത് ചിത്ര, നിനക്ക് എന്ത് പറ്റി? എന്ത് ഭ്രാന്ത നീ കാണിക്കുന്നേ? ഞാനാണോ ഭ്രാന്ത് കാണിച്ചേ? നീയല്ലേ? പോയി നോക്ക് സന്ദീപേട്ടനെ. വെള്ളം കുതച്ച് കിടക്കുന്നുണ്ട് ആ വീടിൻ്റെ ഉമ്മറത്ത്. ആ അമ്മയുടെയും കൂടപ്പിറപ്പിൻ്റെയും ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ കേട്ട് സഹിക്കുന്നില്ലടി. എന്തിനാടി നീ ഇത് ചെയ്തേ? അതൊരു പാവായിരുന്നില്ലേ? ചിത്ര മുഖം പൊത്തി കരഞ്ഞുപോയി. അമ്മയ കേട്ട വാർത്തയുടെ ആഘാതത്തിൽ തരിച്ചിരുന്നു പോയി. വാഴയിലയിൽ വെള്ളം കുതിച്ച് ഉമ്മറത്തി കിടക്കുന്ന ശരീരം കാണെ അമ്മയെ ഒന്ന് വെട്ടി ഉടച്ചു. നിലവിളക്കും രണ്ടായി പിളർത്തി വെച്ചിരിക്കുന്ന തേങ്ങയിൽ കത്തിയിരുന്ന തീനാളങ്ങളും കുന്തിരിക്കത്തിൻ്റെ ആത്മാവ് വരെ എത്തി നിൽക്കുന്ന ഗന്ധവും അമ്മയ്ക്ക് അന്തരീക്ഷത്തിൽ ശ്വാസം വീങ്ങി തുടങ്ങി. ചിത്രപതിയെ ഉമ്മറത്തേക്ക് കയറി. സന്ദീപിനെ ഒന്ന് നോക്കി. അവൻ ശാന്തമായ ഉറക്കത്തിലാണെന്ന് അവൾക്ക് തോന്നി. ഒന്ന് തട്ടി വിളിച്ചാൽ പോലും ഒരു പക്ഷെ അവൻ എഴുന്നേൽക്കും. എന്നിട്ടെന്തിനാ എല്ലാവരും അവൻ മരിച്ചെന്ന് പറയുന്നത്? ചിത്രയുടെ ഉള്ളറകളിൽ കൊണ്ട് നടന്നിരുന്ന ഒരു നഷ്ടപ്രണയം പതിയെ വിതുമ്പി തുടങ്ങി. അവൾ ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ സന്ദീപിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു. വീഴാൻ വെമ്പി നിൽക്കുന്ന കണ്ണുനീരിനെയും ആർത്തു കരയാൻ ഒരുങ്ങുന്ന ഹൃദയത്തെയും അവൾ ശാസനയോടെ അടക്കി നിർത്തി. കരയാതെ. കരഞ്ഞു പോയാ ഇവിടെ കൂടി നിൽക്കുന്നവർ ചോദിക്കില്ലേ അതിന് മാത്രം നീ അവൻ്റെ ആരാണെന്ന്? നിനക്ക് മാത്രമല്ലേ അറിയൂ സന്ദീപ് നിനക്ക് എന്തായിരുന്നു എന്ന്. സന്ദീപിന് പോലും അതറിയില്ലായിരുന്നല്ലോ. ചിത്ര സ്വയം ഉള്ളാലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ അരികിലായി ഇരുന്ന് കരയുന്ന അമ്മയും അനുജത്തിയും, ഉയർന്നു കേൾക്കുന്ന രാഘവ മാഷിൻ്റെ രാമായണം, ചന്ദനത്തിരിയുടെ ഗന്ധം, വിളറി വെളുത്ത അവൻ്റെ മുഖവും ചുണ്ടുകളും. ആത്മഹത്യ ചെയ്തതല്ല, എൻ്റെ ആത്മാവിനെ കൊന്നു കളഞ്ഞതാണ് ഒരുത്തി എന്ന് അവനും പറയാനുണ്ടായിരുന്നു ലോകത്തോട്, അവനെ സ്നേഹിക്കുന്നവരോട്. പക്ഷെ പ്രണയിക്കാനല്ലേ അറിയുമായിരുന്നുള്ളൂ ആ പാവത്തിന്. പകവീട്ടാൻ അത് പഠിച്ചിട്ടില്ലായിരുന്നല്ലോ. അവിടെ ഒട്ടാകെ ചുറ്റിത്തഴുകി നടന്ന അവൻ്റെ ആത്മാവ് മുറുമുറുത്തുകൊണ്ടിരുന്നു. അതിനിടയിൽ തളർന്നു വീഴാനാഞ്ഞ ചിത്രക്ക് ചുറ്റും ഒരു കുഞ്ഞു പുകപടലം കവചം തീർക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞിരുന്നില്ല ഞാൻ, നീയും പറഞ്ഞില്ലല്ലോ എന്നൊരു ചോദ്യം ആ പുകമഞ്ഞിൽ ഇരമ്പി നടക്കുന്നുണ്ടായിരുന്നു. അമ്മയെ അടിവെച്ച് പതിയെ ഉമ്മറത്തേക്ക് കയറി. ഗൗരി അമ്മയെ പതിയെ തന്നോട് ചേർത്ത് പിടിച്ചു. അമ്മക്കും അനിയത്തിക്കും അവന് വേണ്ടപ്പെട്ട മറ്റു ചിലർക്കും അറിയാമായിരുന്നു ഇരുവരുമായുള്ള ബന്ധം. മുന്നിലൊരു നിഴൽ അനങ്ങുന്നത് കാണെ സന്ദീപിൻ്റെ അമ്മ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവർ പൊട്ടിവന്ന കരച്ചിൽ അടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. പോയില്ല മോളെ, അവൻ എന്തിനാ ഇങ്ങനെ? ആ അമ്മ മനസ്സ് മുറിഞ്ഞുകൊണ്ടിരുന്നു. മകൻ്റെ കൊലയാളിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് അന്നേരം അവർ അറിഞ്ഞില്ല. അമ്മയൊരക്ഷരം മിണ്ടാതെ അവർക്കൊപ്പം ഇരുന്നു. കരയാതെ അമ്മേ. അമ്മയെ പതിയെ സന്ദീപിൻ്റെ അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. കരയില്ല എൻ്റെ കുഞ്ഞ്, ഞാൻ കരയാതിരിക്കാനും നല്ലതുപോലെ ജീവിച്ചു കാണാനും വേണ്ടി എന്തോരം ഓടിയതാ, എന്തോരം എല്ലുമുറി അധ്വാനിച്ചതാ. എന്തിനാ കണ്ണ നീ ഇങ്ങനെ കിടന്ന് ഓടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എൻ്റെ അമ്മയെ രാജ്ഞിയെ പോലെ നോക്കാനാണെന്ന്. ആ അവനല്ലേ എന്നെ കണ്ണീർ കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഓടി ഒളിച്ചത്. ആ അമ്മ അതുവരെ അടക്കിയ കരച്ചിലൊട്ടാകെ പുറത്തേക്ക് നിറഞ്ഞൊഴുകി. എന്നാലും എന്തിനാണ് എൻ്റെ പൊന്നുമോനെ നീ ഇത്രയും വലിയൊരു കടുങ്കൈ ചെയ്തത്? ഞങ്ങളെ കൂടെ കൊണ്ടുപോവായിരുന്നില്ല നിനക്ക്? ചിത്രപതിയെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് സന്ദീപിൻ്റെ അനിയത്തിയുടെ നെറുകയിൽ പതിയെ തലോടി. എനിക്ക് ചേട്ടൻ മാത്രമല്ലായിരുന്നു, അച്ഛനും കൂടെയായിരുന്നു. ഇനി എനിക്ക് ആരാ ചേച്ചി? അവൾ ഉറക്കെ കരഞ്ഞുപോയി. കാഴ്ച കണ്ട് കൂടി നിന്നവർ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. തൊടിയിലെ മൂവാണ്ട മാവിന് കടക്കൽ മഴ വീണു തുടങ്ങി. തണൽമരം വിറകായി രൂപാന്തരപ്പെടാൻ അധിക സമയം വേണ്ടി വന്നില്ല. എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അമ്മയ പിറുപിറുത്തുകൊണ്ട് വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ചേച്ചി. സന്ദീപിൻ്റെ അനിയത്തി അവളെ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു. പൊയ്ക്കോട്ടെ മോളെ, അതിന് പറ്റുന്നുണ്ടാവില്ല കാണാൻ. അമ്മ ആ കരച്ചിൽ ചീലുകൾക്കിടയിലും മകളെ തടഞ്ഞു. ഉമ്മറപ്പടി ഇറങ്ങി വേഗത്തിൽ നടക്കുന്നവൾക്ക് മുന്നിലേക്ക് പൊടുന്നനെ ഒരു നിമിഷം റിയാസ് കയറി നിന്നു. കൊന്നല്ലേടി? റിയാസ് അടക്കിയ സ്വരത്തിൽ അവളെ നോക്കി പിറുപിറുത്തു. അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്കും മുഖത്തെ രൗദ്രഭാവത്തിലേക്ക് നോക്കി അമ്മയെ തടഞ്ഞു നിന്നുപോയി. തെറ്റുപറ്റിപ്പോയി. എങ്ങനെയാ അതൊന്ന് തിരുത്തേണ്ടത്? ഇക്കാക്ക് പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരുമോ? അമ്മയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ റിയാസ് വല്ലാതെയായിപ്പോയി. അവളുടെ കണ്ണുകളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കുറ്റബോധം. ചെറുതായി ഒരു കാറ്റടിച്ചാൽ പോലും അവൾ കുഴഞ്ഞു താഴേക്ക് വീഴുമെന്ന് റിയാസിന് തോന്നിപ്പോയി. ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് ആ ശരീരം ചിതതെന്നത് കാണാൻ വയ്യാഞ്ഞിട്ട. വിടക്കുന്ന കാലടികളോടെ അമ്മയെ മുന്നോട്ട് നടന്നു. അമ്മു, ഞാനും വരാം, തനിച്ചു പോവണ്ട.
ഗൗരി അവളുടെ അടുത്തേക്ക് ഓടി വന്നു. വേണ്ട, നീ ചിത്രയോടൊപ്പം നിൽക്ക്. അവൾ സ്വപ്നം കണ്ടിരുന്ന ഒന്നാണ് ഞാൻ തട്ടിപ്പറിച്ചില്ലാതാക്കിയത്. അവൾക്കാണിപ്പോൾ ഒരു താങ്ങാവശ്യം. അമ്മയെ പിറകിലേക്ക് തിരിഞ്ഞ് ഒരിക്കൽ കൂടെ ചിത്രയെ നോക്കി. സന്ദീപിനരികെ ഇപ്പോഴും അവളുണ്ട്, ഒന്നുറക്കെ കരയാൻ പോലും സാധിക്കാതെ. വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ആകെ ഒരു വിറയലായിരുന്നു അമ്മയ്ക്ക് അപ്പോഴും. അമ്മയെ പതിയെ സ്വന്തം മുറിയിലേക്ക് കയറി വിറക്കുന്ന വിരലുകൾ കൊണ്ട് കൊളുത്തിട്ടു. കണ്ണാടിക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകളും അഴിഞ്ഞുലഞ്ഞ മുടിയും ആയുള്ള രൂപത്തിലേക്ക് അവൾ സ്വയം നോക്കി. അമ്മയ, നീ ഒരു നല്ല അഭിനേത്രി കൂടിയാണ്. അത് നീ ഇന്ന് തെളിയിച്ചു. കറങ്ങിയടിച്ച് വീണില്ല എല്ലാവരും അതിൽ. ആ റിയാസിൻ്റെ മുഖമൊക്കെ ഒന്ന് കാണണമായിരുന്നു. പൂലി പോലെ വന്നവൻ എൻ്റെ അഭിനയത്തിൽ മൂക്കും കുത്തി വീണ് എലി പോലെ പോയി. അവൾ സ്വയം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു പോയി. ആ, എന്തായാലും ഒരുത്തൻ കുറഞ്ഞു കിട്ടിയത് നന്നായി. ഇനി അതിൻ്റെ പേരിൽ ടെൻഷൻ ആവണ്ടല്ലോ. അല്ലേ, ഈ ചിത്രക്ക് ഇതെന്ത് കണ്ടിട്ടാ? നാട്ടിൽ വേറെ ചെറുക്കന്മാരില്ലാഞ്ഞിട്ടാണോ? അമ്മു ആലോചനയോടെ കട്ടിലിലേക്ക് തന്നെ ചാഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും അവളോട് ഇനിയൊരു ചെങ്ങാത്തത്തിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല, ചിത്ര തീർത്തും പറഞ്ഞു. ചിത്രേ, അവളും നിന്റെ പോലെ ആകെ തളർന്നിരിക്കുകയാണ്. സന്ദീപ് അങ്ങനെ ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലെ കരുതിയിട്ടുണ്ടാവില്ലടി. ഗൗരി അമ്മുവിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു. ഗൗരി, കാര്യം നമ്മൾ 3 പേരും ചെറുപ്പം മുതൽ ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും എനിക്ക് അവളുടെ സ്വഭാവ വൈകല്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല. അവളെപ്പോലെ ഒരാൾക്ക് ആരോട് സ്നേഹമോ പരിഗണനയോ ഉണ്ടാവില്ല. നാളെ ഒരു അവസരം കിട്ടിയാൽ ചിലപ്പോൾ അവൾ നമ്മളെയും പിന്നിൽ നിന്ന് കുത്തും. നീ നമ്മളുടെ അമ്മുവിനെ കുറിച്ചാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ഗൗരി അവളെ തടഞ്ഞു. ഗൗരി, നീ കണ്ണടച്ചിരുട്ടാക്കരുത്. നിനക്കും അറിയാം അവളുടെ സ്വഭാവം. പിന്നെ എന്തിനാ നീ അവൾക്കും വേണ്ടി വാദിക്കുന്നത്? അവളുടെ അഭിനയത്തിൽ നീ വീണിട്ടുണ്ടെങ്കിൽ ശരി, ഞാൻ പിന്നെ തിരുത്തുന്നില്ല. പക്ഷെ ഒരിക്കൽ കൂടെ അവളെ വിശ്വസിക്കാൻ എനിക്കിനി ആവില്ല. കണ്ണടച്ചാലും തുറന്നാലും എല്ലാം ആ പാവത്തിൻ്റെ മുഖമാണ് ഉള്ളിൽ. ഒരിക്കൽ അമ്മയെക്കുറിച്ച് ആരോ എന്തോ പറഞ്ഞിട്ട് അത് ചോദിച്ചറിയാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അന്ന് അവൾക്ക് വേണ്ടി ഞാനും ആ പാവത്തിനെ ചതിക്കാൻ കൂട്ടുനിന്നു. ആ അമ്മയുടെയും പെങ്ങളുടെയും കരച്ചിൽ കേട്ടില്ല നീ. അതിനൊക്കെ കാരണക്കാരിയായവളെയാണ് നീ ഈ സപ്പോർട്ട് ചെയ്യുന്നത്. ചിത്ര മടുപ്പോടെ തല കുടഞ്ഞു. ചിത്രയുടെ ആത്മരോഷം മനസ്സിലാക്കവേ ഗൗരി അല്പനേരം മൗനം പൂണ്ടു. ഇപ്പോൾ വലതുകാല് ചെറുതായി അനങ്ങുന്നുണ്ടല്ലോ. ഗൗരി ഉള്ളി തികട്ടി വന്ന സന്തോഷം മറച്ചു വെക്കാതെ ഗൗതമിനെ നോക്കി. നിനക്കെന്താ ഗൗരി, ഇതൊക്കെ എത്ര കാലമായി? എനിക്ക് മടുത്തു. ഇവിടുത്തെ ചികിത്സ മാത്രമല്ല, ഈ ജീവിതവും. ഗൗതമിൻ്റെ മുഖത്ത് വല്ലാത്തൊരു നിരാശ വന്ന് നിറഞ്ഞു. എടാ, നീ എന്താ ഇങ്ങനെ? നിന്റെ മനസ്സാണ് നിന്റെ പകുതി അസുഖങ്ങൾക്കുള്ള മരുന്ന്. അത് നീ മറക്കണ്ട. അതല്ലടി, ഇതിപ്പോൾ എത്ര കാലായി അമ്മയും നീയും എനിക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് ഓടുന്നു. ഈ കിടത്തെത്തി എന്നെക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്ക്. ഓ, അതാണെങ്കിൽ നീ വല്ലാതെ സങ്കടപ്പെടണ്ട. നീ ഒന്ന് എഴുന്നേറ്റ് നടന്നിട്ട് വേണം നിൻ്റെ കയ്യിൽ നിന്ന് മുതലും പലിശയും ഈടാക്കാൻ. പിന്നെ ഞാൻ സുഖിച്ചൊരു ജോലിക്കും പോവാതെ വീട്ടിലിരിക്കും. അന്നേരം നീ എന്നെ തീറ്റിപ്പോറ്റിക്കൊള്ളണം, ഗൗരി കളിയോടെ പറഞ്ഞു. ഗൗതം അവളുടെ പ്രതീക്ഷ നിറഞ്ഞ മുഖത്തേക്ക് നോക്കി കിടന്നുപോയി. പാവം, എന്തോരം തനിക്കും വേണ്ടി അവൾ കഷ്ടപ്പെടുന്നു. തന്നേക്കാൾ ആത്മവിശ്വാസമാണ് അവൾക്ക് തൻ്റെ കാര്യത്തിൽ. അതിനുവേണ്ടി അവൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഈ ജന്മത്തിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഗൗരി എന്ന തൻ്റെ കൂടപ്പിറപ്പാണെന്ന് ഗൗതം ഓർത്തുപോയി. 2 ദിവസമായി വല്ലാത്തൊരു പിരിമുറുക്കമാണ് രുദ്രൻ്റെ മുഖത്ത്. ഗൗരി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ ബിസിനസ് നാൾക്ക് നാൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ചർച്ചകൾ കൈലാസത്ത് നടക്കുന്നുമുണ്ട്. രുദ്രൻ മിടുക്കനാണെന്നറിയാമെങ്കിലും ദേവൻ സാറിന് എന്തോ മടിയുള്ളതുപോലെ അതൊന്ന് അംഗീകരിച്ചു കൊടുക്കാൻ. തനിക്ക് താഴെ മതി ബാക്കിയുള്ളവർ എന്നൊരു പിടിവാശിയാണ് അദ്ദേഹത്തിനുള്ളത്. അല്ലയോ കൈലാസത്തെ തമ്പുരാട്ടി, എന്താണ് നിങ്ങളുടെ കൊച്ചുമകൻ്റെ മുഖം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നേ? ഗൗരി ആനന്ദവല്ലിയെ ഒന്ന് തോണ്ടി നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങോട്ട് നേരിട്ട് പോയി ചോദിച്ചോടെ നിനക്ക്? ആനന്ദവല്ലി ചിരിയൊതുക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ജാതകത്തിൽ 78 വയസ്സ് വരെ ആയുസ് കാണാനുണ്ട്. അങ്ങേരുടെ അടുത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു പോയാൽ അങ്ങേരെ ജാതകം തിരുത്തി എന്നെ ഭിത്തിയിൽ പടമാക്കും. മുത്തശ്ശി അത് കേൾക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു പോയി. എന്ത്? വല്ലാതെ ചിരിച്ചാൽ ഇനി കടലമിഠായി തിന്നാൻ പല്ല് കാണത്തില്ല, കുഴിഞ്ഞു പോകും കേട്ടോ. ഗൗരി ചുണ്ടൊന്ന് കൂട്ടി. നിനക്ക് എന്നോട് ഈ സംസാരിക്കുന്ന നാവിൻ്റെ പകുതി നീളം മതിയല്ലോ ഗൗരിയെ രുദ്രനോട് നേരിട്ട് പോയി കാര്യം ചോദിക്കാൻ. നാവിൻ്റെ നീളം ഓർത്ത് വെട്ടാൻ വരുന്ന പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതാൻ പോവാൻ മാത്രം മണ്ടിയല്ലേ ഞാൻ. ഗൗരി ഒന്ന് ചിരിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. എങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കടലാസി വരച്ച് കാര്യം പറയും.
ഇപ്പോൾ അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൗരിയുടെ കാലുകൾ ഒരു നിമിഷം ചലനമറ്റ് നിന്നുപോയി. അവൾ ചെറിയൊരു അങ്കലാപ്പോടെ തിരിഞ്ഞ് മുത്തശ്ശിയെ നോക്കി. ദേ ഇരുന്ന് ചിരിക്കുന്നു. ഒരു നിമിഷത്തിൻ്റെ സാവകാശത്തിൽ അവൾ കാറ്റുപോലെ ഓടിവന്ന് മുത്തശ്ശിയുടെ കട്ടിലിൽ സ്ഥാനം പിടിച്ചു. എങ്ങനെ അറിഞ്ഞു? ഗൗരി ശബ്ദമടക്കി ചോദിച്ചു. നിന്നേക്കാൾ എത്ര ഓണം കൂടുതലുണ്ടതാ ഗൗരിയെ. പിന്നെ അവനങ്ങനെ മസിലും പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളു പൊള്ളയാണ്. അതാണ് ഈ മൂക്കിന് തുമ്പിലുള്ള നിന്നെ തേടിയിട്ട് അവന് കണ്ടെത്താൻ പറ്റാത്തത്. ആനന്ദവല്ലി ചിരിയോടെ പറഞ്ഞു. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഒരു കണക്കിന് നോക്കിയാ രുദ്രനാരാ? കൈലാസത്തെ കിരീടം വെക്കാത്ത രാജകുമാരൻ. ഞാനോ പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന ഒരു സാധാരണക്കാരി. കൊച്ചുമോന് വേണമെങ്കിൽ വലിയ ബന്ധങ്ങൾ കിട്ടുമല്ലോ. അവരൊക്കെ നിനക്ക് പകരാവോ ഗൗരിയെ? അവരൊക്കെ നിന്റെ പോലെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുവോ? മുന്നിൽ പോയി നിന്നാൽ തന്നെ നിന്നെ അവൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഒരിക്കലും പണവും പത്രാസും വെച്ച് അവൻ നിന്റെ സ്നേഹത്തിന് വിലയിടില്ല. ആനന്ദവല്ലി തെളിമയോടെ ഒന്ന് ചിരിച്ചു. മുത്തശ്ശിയുടെ വാക്കുകൾ ഗൗരിയുടെ ഉള്ളിലുള്ള സകല അപകർഷത ബോധത്തെയും തുടച്ചു നീക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ചോദിച്ചില്ല നീ എന്താ അവൻ്റെ മുഖത്തൊരു വാട്ടമെന്ന്? ചോദിച്ചു. എന്താ? മുത്തശ്ശിക്കറിയാവോ? എൻ്റെ ഊഹം അനുസരിച്ച് നിന്റെ സന്ദേശം അവനെത്തിയിട്ട് ഒരുപാട് ദിവസങ്ങളായി കാണും. മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഗൗരി അത് ചിന്തിക്കുന്നത്. ഇന്നേക്ക് ഒരു മാസത്തിൽ കൂടുതലായി താൻ അങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട്. ചിത്രയുടെയും അമ്മയുടെയും പിണക്കവും സന്ദീപിൻ്റെ മരണവും ഗൗതമിൻ്റെ ചികിത്സക്കുള്ള പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടവും എല്ലാം അതിന് കാരണമാണ്. ഇതൊക്കെ എങ്ങനെ ഈ തലയിൽ തെളിയുന്നു? ഗൗരി അത്ഭുതത്തോടെ ആനന്ദവല്ലിയെ നോക്കി. അവൻ പറഞ്ഞിരുന്നു കാണാമറയത്ത് അവനൊരു പ്രണയിനിയുണ്ടെന്ന്. അവൾ അയക്കുന്ന ചിത്രങ്ങളെ പറ്റി. അത് നീയാണെന്ന് ഊഹിക്കാൻ ഞാൻ കണ്ട ലോകമൊക്കെ ധാരാളം. പക്ഷെ മോളൊരു കാര്യം ഓർക്കണം. നീ അവനെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഓരോ ചലനങ്ങളും ഭാവങ്ങളും നിനക്ക് കണ്ടറിയാം. പക്ഷെ അവൻ അങ്ങനെയല്ല. നിന്റെ ചിത്രങ്ങൾ കാണാതെ ആവുമ്പോൾ അവനിൽ പരിഭവത്തേക്കാൾ കൂടുതൽ നിനക്ക് എന്തെങ്കിലും പറ്റിയിരിക്കുമോ എന്ന ഭയമായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. നിന്നെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ നിന്നെക്കുറിച്ച് അറിയാതെ അവനെ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കഴിയും? ഇനി അവനെ തളർത്താനും വളർത്താനും ഒക്കെ ഈ ഭൂമിയിൽ നിനക്ക് മാത്രമേ സാധിക്കൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിന്നൊന്ന് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവനിപ്പോൾ ജീവിക്കുന്നത് പോലും. ആനന്ദവല്ലിയുടെ വാക്കുകൾ അവസാനിക്കുന്നിടത്ത് ഗൗരി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു രുദ്രന് ആരാണ് താൻ എന്ന സത്യം. തുടരും സൂര്യകാന്തി. തൊണ്ടയിൽ കിച്ച് കിച്ചുള്ളതുകൊണ്ട് ഇന്ന് ചെറിയൊരു പാർട്ടാണ്. നാളെ കുറച്ചും കൂടി വലിയൊരു പാർട്ട് ഞാൻ തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ താങ്ക് യു.